ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിന് സമാപനം. വാഗ്ദേവതയ്ക്ക് മുന്നിൽ ആദ്യാക്ഷരം കുറിച്ചത് ആയിരക്കണക്കിന് കുരുന്നുകൾ. വിജയദശമി നാളിൽ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. സിറ്റി ചാനലിൽ തുടക്കമിട്ട വടക്കൻ പെരുമാൾ ഡോക്യുമെന്ററിയുടെ ആദ്യ എപ്പിസോഡിന്റെ പ്രകാശനം നടന്നു. കൊടവലം ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ചരിത്രവുമാണ് ആദ്യ എപ്പിസോഡിലൂടെ പ്രേക്ഷകരിലെത്തിച്ചത്. ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ പ്രതിഷേധം. ജില്ലാതല പ്രതിഷേധ കൂട്ടായ്മ കാഞ്ഞങ്ങാട്ട് നടന്നു. പള്ളിക്കര കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഫാം സ്കൂളിന് തുടക്കമായി. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ മദ്യവിപത്തിനെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. വിവിധ പ്രദേശങ്ങളിൽ മദ്യവിരുദ്ധ സംഗമങ്ങൾ നടന്നു. രക്തദാന സേനയൊരുക്കിയും വൃക്ഷത്തൈകൾ നട്ടും പുല്ലൂരിൽ മോഹൻലാൽ ഫാൻസ് പ്രവർത്തകർ മാതൃകയാവുന്നു. വാർത്തകൾ വിശദമായി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. വാഗ്ദേവതയുടെ സന്നിധിയിൽ ആദ്യാക്ഷരം കുറിക്കാൻ ആയിരക്കണക്കിന് കുരുന്നുകളെത്തി. വാഗ്ദേവതയുടെ സന്നിധിയായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ആയിരക്കണക്കിന് കുരുന്നുകളാണ് ഇത്തവണയും എത്തിയത്. പുലർച്ചെ 4 മണിക്ക് തന്നെ ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രം മുഖ്യതന്ത്രി ഗോവിന്ദ അടിക വിദ്യാരംഭ ചടങ്ങിന് നേതൃത്വമേകി. സരസ്വതി മണ്ഡപത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നത്. വിദ്യാരംഭത്തിന് നേതൃത്വമേകാൻ 15ഓളം തന്ത്രിവര്യന്മാർ എത്തിയിരുന്നു. കൊല്ലൂരിൽ എല്ലാ ദിവസവും എഴുത്തിനിരുത്തൽ നടക്കാറുണ്ടെങ്കിലും നവരാത്രി കാലത്തെ വിദ്യാരംഭ ചടങ്ങിന് ആയിരങ്ങളാണ് എത്താറുള്ളത്. മഹാനവമി നാളിലെ രഥോത്സവ ചടങ്ങ് ദർശിക്കാനും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. വിജയോത്സവത്തോടെ 9 നാൾ നീണ്ടുനിന്ന നവരാത്രി ഉത്സവത്തിന് കൊല്ലൂരിൽ സമാപനമായി. വിജയദശമി ദിനാഘോഷത്തിൽ ലയിച്ച് ക്ഷേത്രങ്ങൾ. അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. വിജയദശമി ദിനത്തിൽ ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ 100 കണക്കിന് കുരുന്നുകളാണ് ക്ഷേത്രങ്ങളിലെത്തിയത്. 9 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് സമാപനം കുറിക്കുന്ന വിജയദശമി ദിനത്തിൽ ദേവീക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടന്നു. ദുർഗാദേവി അസുരന്മാരായ സുംബ നിസുംബന്മാരോട് യുദ്ധത്തിൽ വിജയിച്ച ദിനമാണ് വിജയദശമിയായി ആഘോഷിക്കുന്നത്. തിന്മക്കുമേൽ നന്മ നേടിയ വിജയമായിട്ടാണ് വിജയദശമി ദിനത്തെ കണക്കാക്കുന്നത്. ക്ഷേത്രങ്ങളിൽ രാവിലെ സരസ്വതി പൂജ കഴിഞ്ഞ് പൂജക്ക് വെച്ച ഗ്രന്ഥങ്ങൾ പുറത്തെടുത്തു. അതിനുശേഷമാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടന്നത്. വിദ്യയുടെയും കലയുടെയും ദേവതയായ സരസ്വതിയെ പൂജിച്ച ശേഷം കുട്ടിയെ മടിയിലിരുത്തി ഗുരു നാവിൽ സ്വർണം കണ്ട് ഓം എന്ന പ്രണവാക്ഷരത്തോടെ ഹരിശ്രീ കുറിക്കുന്ന ചടങ്ങാണ് വിദ്യാരംഭം. തുടർന്ന് കുഞ്ഞിക്കൈയിൽ പിടിച്ച് തളികയിലെ അരിയിലോ പൂഴിമണലിലോ വിദ്യാരംഭ മന്ത്രം എഴുതിക്കുന്നു. വിദ്യാരംഭ ചടങ്ങിൽ ക്ഷേത്രം തന്ത്രിമാരും ആദ്യകാല അധ്യാപകരും സാംസ്കാരിക നായകരും ആദ്യാക്ഷരം പകർന്നു കൊടുക്കാനെത്തിയിരുന്നു. ഹൊസ്തുർഗ് മാരിയമ്മ ക്ഷേത്രത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ 100 കണക്കിന് കുരുന്നുകളെത്തി.
നീലമന ഗണപതി നമ്പൂതിരി ആദ്യാക്ഷരം പകർന്നുകൊടുത്തു. ക്ഷേത്ര സേവാ സമിതി ആദ്യാക്ഷരം കുറിക്കാനെത്തിയ കുട്ടികൾക്ക് ഉപഹാരം നൽകി. പുല്ലൂർ കണ്ണാങ്കോട്ട് ആരണ്യത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മഹാപൂജയ്ക്ക് ശേഷം എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നു. ക്ഷേത്രം മേൽശാന്തി ശ്രീരാമ മധുരമ്പാടി തായരുടെ നേതൃത്വത്തിലാണ് കുട്ടികളെ ആദ്യാക്ഷരം എഴുതിച്ചത്. തുടർന്ന് അന്നദാനവും നടന്നു. അജാനൂർ ശ്രീമദ് പരമശിവ വിശ്വകർമ്മ ക്ഷേത്രത്തിലെ വിദ്യാരംഭത്തിന് ക്ഷേത്രം മേൽശാന്തി ഹരിശ്ചന്ദ്ര പുരോഹിതർ നേതൃത്വമേകി. തുടർന്ന് അന്നദാനവും നൽകി. മടിക്കൈ അരയി കൂലോം ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മേക്കാട്ടിലത്ത് പത്മനാഭ തന്ത്രികൾ നേതൃത്വമേകി. വിദ്യാരംഭം കുറിക്കാൻ നിരവധി കുരുന്നുകൾ എത്തിച്ചേർന്നു. അടോട്ട് വനദുർഗ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ഗ്രന്ഥപൂജയും മഹാപൂജയും നടന്നു. ഈശ്വരൻ തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ മഹാകുരുതിയും നടന്നു. വിജയദശമി ആഘോഷത്തിന്റെ ഭാഗമായി ഹൊസ്ദുർഗ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഐശ്വര്യാഭിവൃദ്ധി മഹാപൂജ നടന്നു. പൂജയിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ ജില്ലാതല ബാങ്ക് സ്വകാര്യവൽക്കരണ വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് പരിപാടി നടന്നത്. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ജില്ലാതല ബാങ്ക് സ്വകാര്യവൽക്കരണ വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്കിംഗ് മേഖല നേരിടുന്ന വിഷയം എന്ന് പറയുന്നത് ബാങ്കിലെ ജീവനക്കാരുടെ വിഷയമാണ്. ആദ്യ തട്ടുക നമ്മുടെ മേലിലായിരിക്കും. എന്നാൽ അതിനപ്പുറത്ത് ഈ നാടിനെയാണ് ബാധിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന, കാർഷിക മേഖലയെ ബാധിക്കുന്ന, വ്യവസായ സംരംഭകരെ ബാധിക്കുന്ന, പുതിയ തൊഴിലവസരങ്ങൾക്ക് വേണ്ടി വായ്പയെ സമീപിക്കാൻ പോകുന്ന ആളുകളെ ബാധിക്കുന്ന, സമൂഹത്തിന്റെ നാനാതലങ്ങളിൽ ഉള്ളവരെ ബാധിക്കുന്ന വിഷയമാണ് യഥാർത്ഥത്തിൽ ബാങ്കിംഗ് മേഖലയിൽ പുത്തൻ ഭരണാധികാരികൾ നടപ്പാക്കുന്ന പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഉള്ളടക്കം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ബാങ്കിംഗ് മേഖല പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുന്ന നയങ്ങളാണ് കേന്ദ്ര സർക്കാർ പിന്തുടരുന്നതെന്ന് ബെഫി നേതാക്കൾ അറിയിച്ചു. ജില്ലാതല കൺവെൻഷനിൽ M ഗംഗാധരൻ അധ്യക്ഷനായി. ബെഫി നേതാവ് N സുരേഷ് വിഷയം അവതരിപ്പിച്ചു. വിവിധ തൊഴിലാളി യൂണിയൻ നേതാക്കളായ VV ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് MC ജോസ്, PP സുന്ദരൻ, P വിജയകുമാർ, V ചന്ദ്രൻ, K രാഘവൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് K രാജമോഹനൻ, ജയചന്ദ്രൻ, രവീന്ദ്രൻ കൊടക്കാട്, V മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. K മാധവൻ സ്വാഗതവും A ഗോപാലൻ നന്ദിയും പറഞ്ഞു. സിറ്റി ചാനൽ ആരംഭിച്ച വടക്കൻ പെരുമാൾ ഡോക്യുമെന്ററിയുടെ ആദ്യ എപ്പിസോഡിന്റെ പ്രകാശനം നടന്നു. കൊടവലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിനെ ആസ്പദമാക്കിയുള്ള ഡോക്യുമെന്ററിയാണ് പ്രകാശനം ചെയ്തത്. വാമനാവതാര സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും കോർത്തിണക്കിയാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയത്. വടക്കേ മലബാറിലെ വിവിധ മതസ്ഥരുടെ ആരാധനാലയങ്ങളുടെ ചരിത്രവും ഐതിഹ്യവും ആചാരാനുഷ്ഠാനങ്ങളും പ്രേക്ഷകരിലെത്തിക്കാനാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്. ആദ്യ എപ്പിസോഡിന്റെ പ്രകാശനം കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. സിറ്റി ചാനൽ MD TV മോഹനൻ ആദ്യ പ്രതി ക്ഷേത്ര മേൽശാന്തി വിഷ്ണു എമ്പ്രാന്തിരിക്ക് നൽകി പ്രകാശനം ചെയ്തു. അറിയപ്പെടാത്ത ക്ഷേത്രങ്ങളുടെ ചരിത്രവും ഐതിഹ്യവും കണ്ടെത്തി പ്രേക്ഷകരിലെത്തിക്കാനുള്ള ദൗത്യമാണ് സിറ്റി ചാനൽ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളെ അന്യം നിന്നു പോകുന്ന ക്ഷേത്രങ്ങളെക്കുറിച്ച് സിറ്റി ചാനൽ ഒന്ന് ജനങ്ങളിലേക്ക് അതിൻ്റെ ഓരോ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വസ്തുത ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ആദ്യ ചവിട്ടുപടി എന്ന നിലയിലാണ് ഇന്നിവിടെ ഈ കടവലം ശ്രീ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഡോക്യുമെൻ്ററി പ്രകാശനം ചെയ്തു. ഇതുപോലെ വരും കാലങ്ങളിൽ അനേകം ക്ഷേത്രങ്ങൾ വടക്കൻ കേരളത്തിൽ അറിയപ്പെടാത്ത അനേകം ക്ഷേത്രങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി ഞങ്ങൾ ചെയ്ത് ജനങ്ങൾക്ക് എത്തിക്കുമെന്ന് ക്ഷേത്രത്തിൽ ഞാൻ പറയട്ടെ. പ്രോഗ്രാമിന്റെ പ്രകാശന ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് K മാധവ വാര്യർ, ക്ഷേത്ര കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി പത്മനാഭൻ കൊക്കൂത്തിൽ, കമ്മിറ്റി അംഗങ്ങളായ സുധാകരൻ, രാമചന്ദ്രൻ നായർ, M മാധവൻ, ഡോക്യുമെന്ററി സംവിധായകൻ അനിൽ പുളിക്കാൽ, രചന നിർവഹിച്ച പ്രമോദ് P സബാൻ, സഹസംവിധാനം നിർവഹിച്ച KV സുനിൽകുമാർ, ക്യാമറമാൻ വിമൽ കാട്ടിപ്പോയിൽ, പ്രോഗ്രാം കോർഡിനേറ്റർ M ശ്രീധരൻ നമ്പ്യാർ, സിറ്റി ചാനലിലെ മറ്റ് അണിയറ പ്രവർത്തകരും പങ്കെടുത്തു. CPIM ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായി. ബല്ലത്ത് ബ്രാഞ്ച് സമ്മേളനം നടന്നു. ബല്ലത്ത് CPIMന്റെ ബ്രാഞ്ച് സമ്മേളനം CPM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. വില 3 പ്രാവശ്യമായി വർദ്ധിപ്പിച്ചു.
അതുപോലെ തന്നെ റെയിൽവേ യാത്രാക്കൂലി 14.2% വർദ്ധിച്ചു. യാത്രാക്കൂലി, കടത്തുകൂലി 6.5% വർദ്ധിപ്പിച്ചു. ഇങ്ങനെ ജനങ്ങൾക്ക് കൂടുതൽ ദുരിതമുണ്ടാക്കുന്ന നയങ്ങളാണ് നരേന്ദ്രമോദി വന്നപ്പോൾ തന്നെ ചെയ്തത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഉടനെ സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ പറഞ്ഞു തന്നാൽ കടുത്ത നടപടികൾ വേണ്ടിവരും. കോൺഗ്രസ് നമ്മുടെ രാജ്യം ഭരിച്ചു മുടിച്ചു, അതുകൊണ്ട് കടുത്ത നടപടികൾ വേണ്ടിവരും എന്നാണ് പറഞ്ഞത്. അപ്പൊ കടുത്ത നടപടികൾ ആരുടെ പേരില? സാധാരണക്കാരുടെ പേരിൽ. അപ്പൊ കടത്തുകൂലി വർദ്ധിപ്പിച്ചു, യാത്രാക്കൂലി വർദ്ധിപ്പിച്ചു, അതുപോലെ തന്നെ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നു. ഇപ്പം സമ്പന്നന്മാർക്ക് അവരുടെ സൗകര്യം വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പൊ കടത്തുകൂലി വർദ്ധിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ബുള്ളറ്റ് ട്രെയിനുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കെ കുഞ്ഞമ്പു അധ്യക്ഷനായി. രതീഷ് നെല്ലിക്കാട്ട്, ബി എം കൃഷ്ണൻ, എൻ ഗോപി എന്നിവർ സംസാരിച്ചു. യുവതാര ക്ലബിന്റെ ഡിവൈഎഫ്ഐ ബല്ലത്ത് ഫസ്റ്റ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ സ്വരൂപിച്ച ചികിത്സാ സഹായം കൈമാറി. ബ്രാഞ്ച് സെക്രട്ടറി AC രവി സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് കൃഷ്ണ ആർട്ട് ഗാലറിയിൽ കൃഷ്ണ സ്കൂൾ ഓഫ് ആർട്സ് പ്രവർത്തനം തുടങ്ങി. വിവിധ കലകളിൽ പരിശീലനം നൽകുന്ന സ്ഥാപനത്തിനാണ് ഇവിടെ തുടക്കമായത്. കൃഷ്ണ സ്കൂൾ ഓഫ് ആർട്സ് സംഗീതജ്ഞൻ TP ശ്രീനിവാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സംഗീതം, നൃത്തം, ചിത്രകല എന്നീ കലകളിൽ പരിശീലനം നൽകുന്ന കലാസ്ഥാപനമാണ് യാഥാർത്ഥ്യമായത്. ചടങ്ങിൽ സ്ക്വാഡർ ലീഡർ നാരായണൻ നായർ, പല്ലവ നാരായണൻ, KV ഗോവിന്ദൻ, സൈമൺ, ജഗന്നാഥ്, അഡ്വക്കേറ്റ് KG അനിൽ എന്നിവർ സംസാരിച്ചു. വിനോദ് അമ്പലത്തറ സ്വാഗതവും രാജേഷ് കൃഷ്ണ നന്ദിയും പറഞ്ഞു. ഗ്രാമത്തിലെ വീടുകളിൽ മരം വെച്ചു പിടിപ്പിക്കാൻ മോഹൻലാൽ ഫാൻസിന്റെ പ്രവർത്തകർ രംഗത്തിറങ്ങി. ഗാന്ധി ജയന്തി ദിനത്തിൽ രക്തദാന സേന രൂപീകരിച്ച യുവാക്കൾ മാതൃകയായി. ഗ്രാമത്തിന് പച്ചപ്പൊരുക്കാൻ വീടുകൾ തോറും മരം വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതിക്ക് പുല്ലൂർ പെരിയയിലെ പുല്ലൂരിൽ മോഹൻലാൽ ഫാൻസ് പ്രവർത്തകർ രംഗത്തിറങ്ങി. പ്രദേശത്തെ മോഹൻലാൽ ഫാൻസിന്റെ 30ഓളം പ്രവർത്തകർ ഒത്തുചേർന്നാണ് വീടുകൾ തോറും വൃക്ഷത്തൈ വെച്ച് പിടിപ്പിക്കാൻ രംഗത്തിറങ്ങിയത്. വൃക്ഷത്തൈ വെച്ച് പിടിപ്പിക്കുന്നതിന് റിട്ടയർഡ് ജില്ലാ രജിസ്ട്രാർ പരേതനായ V കുഞ്ഞിരാമന്റെ വീട്ടിൽ നിന്നും തുടക്കമായി. കുഞ്ഞിരാമന്റെ ഭാര്യ ജാനകി വീട്ടുവളപ്പിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടിക്ക് തുടക്കമിട്ടു. തുടർന്ന് ഗ്രാമത്തിലെ മറ്റു വീടുകളിലും വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയുണ്ടായി. ഗാന്ധി ജയന്തി ദിനത്തിൽ രക്തദാന സേനയ്ക്ക് രൂപം നൽകിയ യുവാക്കൾ ജില്ലാ ആശുപത്രിയിലെത്തി രക്തദാനം നടത്തുകയുണ്ടായി. മോഹൻലാൽ ഫാൻസിന്റെ പ്രവർത്തകരായ 25ഓളം പേർ ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിൽ രക്തദാനം നടത്തുകയുണ്ടായി. മരം ഒരു വരം എന്ന ലക്ഷ്യവുമായാണ് വൃക്ഷത്തൈ നടാൻ രംഗത്തിറങ്ങിയതെന്ന് മോഹൻലാൽ ഫാൻസ് പ്രവർത്തകൻ MV ദിനേശൻ പറഞ്ഞു. പുല്ലൂർ പുളിക്കാൽ ലാൽ ഫാൻസിൻ്റെ നേതൃത്വത്തിൽ മരം ഒരു വരം എന്ന ദൃഢനിശ്ചയത്തോടുകൂടി നമ്മളെല്ലാവരും കൂടി 100 വീടിൽ ഒരു മരം എന്ന രീതിയിൽ 100 മരം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിൻ്റെ ഉദ്ഘാടനം ജില്ലാ രജിസ്ട്രാർ രാമൻ എന്നവരുടെ ഭാര്യ ജാനകി നിർവഹിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് ശേഷം ലാൻഡ് ഫാൻസിൻ്റെ 25ഓളം യുവാക്കൾ ജില്ലാ ആശുപത്രിയിൽ രക്തദാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നേരത്തെ ദേശീയപാതയോരത്തെ കാടുകൾ വൃത്തിയാക്കിയും യുവാക്കൾ മാതൃക കാട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. പള്ളിക്കര കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഫാം സ്കൂൾ പ്രവർത്തനം തുടങ്ങി. വെളുത്തോളിയിലെ കൈരളി ബാലകൃഷ്ണന്റെ കൃഷിയിടത്തിലാണ് ഫാം സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. പള്ളിക്കര പഞ്ചായത്തിൽ കൃഷിഭവന്റെ കീഴിൽ ഫാം സ്കൂൾ ആരംഭിച്ചു. കൃഷിയിടത്തിൽ തന്നെ കർഷകന് വിജ്ഞാനം പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഫാം സ്കൂൾ പ്രവർത്തനം നടത്തുന്നത്. ആത്മ 2014-15 വർഷത്തെ പദ്ധതിയുടെ കീഴിലാണ് വെളുത്തോളി കൈരളി ബാലകൃഷ്ണൻ എന്ന കർഷകന്റെ കൃഷിയിടത്തിൽ ഫാം സ്കൂളിന്റെ പ്രവർത്തനം തുടങ്ങിയത്. ഉദ്ഘാടന ചടങ്ങിൽ പള്ളിക്കര പഞ്ചായത്ത് 11ാം വാർഡംഗം കൈരളി അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ ഫാം സ്കൂൾ ഉദ്ഘാടനം ചെയ്തു. കിഴക്കൻ ഭാഗങ്ങളിൽ എന്താക്കിയാൽ എല്ലാവരും പറങ്കി ഭാഗം വെട്ടിമാറ്റി, തെങ്ങടക്കം വെട്ടിമാറ്റി എന്താക്കി റബ്ബർ വെച്ചു. ഇപ്പൊ റബ്ബർ കൃഷിക്കാരൻ മൊത്തം പാപ്പരായി മാറി, പാപ്പരീകരിച്ചു. ശരിക്കും പറഞ്ഞാൽ പാപ്പരീകരിച്ചു. വലിയ പ്രതികരണം പ്രക്ഷോഭം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് റബ്ബർ കർഷകർ. അപ്പം ഇതാണ് ഒരു കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നവും അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം കർഷകരെ എല്ലാ സമയത്തും ഇതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് കൃഷി ചെയ്യാനും അതൊരു മെച്ചപ്പെട്ട രീതിയാക്കി മാറ്റാൻ കഴിഞ്ഞാൽ നമുക്ക് കൃഷിയിൽ എല്ലാ സമയത്തും ഉറച്ചു നിൽക്കാൻ വേണ്ടി കഴിയും. കാഞ്ഞങ്ങാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സജിനിമോൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജയൻ പനയാൽ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ P പ്രദീപ് കുമാർ ക്ലാസ് എടുത്തു. കൃഷി ഓഫീസർ K വേണുഗോപാലൻ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് നഫീസത്ത് ബീവി നന്ദിയും പറഞ്ഞു. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ മദ്യവിപത്തിനും മദ്യവിൽപ്പനയ്ക്കുമെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഗാന്ധി ജയന്തി ദിനത്തിൽ മദ്യവിരുദ്ധ ദീപമാലയൊരുക്കി പ്രതിജ്ഞ എടുത്തു. മദ്യവിൽപ്പനയ്ക്കെതിരെ ശക്തമായ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പുല്ലൂർ പെരിയ പഞ്ചായത്ത്. മദ്യവിപത്തിനെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനായി വിവിധ കർമ്മപദ്ധതികൾക്ക് ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമായി. പഞ്ചായത്തിലെ 17 വാർഡുകളിലും ബോധവൽക്കരണ പരിപാടികൾ ഒരുക്കിയിരുന്നു.
കുടുംബശ്രീ പ്രവർത്തകരും വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ചാലിങ്കലിൽ മദ്യവിരുദ്ധ ദീപമാലയും മദ്യവിരുദ്ധ പ്രതിജ്ഞയും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, മദ്യം മനുഷ്യന്റെ സ്വൈര്യ ജീവിതം കെടുത്തുകയും സാമൂഹ്യ സാമ്പത്തിക അരാജകത്വം ഉണ്ടാക്കുകയും കുടുംബ കലഹം സൃഷ്ടിക്കുകയും ചെയ്ത് നമ്മുടെ നാടിന്റെ തന്നെ നന്മയും നമ്മുടെ നാടിന്റെ ചൈതന്യവും തകർക്കുന്ന വിഷലഹരിയാണ് എന്ന് നമുക്കറിയാം. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് സമ്പൂർണ്ണമായി മദ്യം നിരോധിക്കാൻ ഘട്ടം ഘട്ടമായി നിരോധിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ മദ്യം ഒരു ഭാഗത്ത് നിരോധിക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് വ്യാജമദ്യത്തിന്റെയും വ്യാജപാറ്റിന്റെയും മാഫിയകൾ നമ്മുടെ നാട്ടിൽ തഴച്ചു വളരുന്ന ഒരു സാഹചര്യം നമ്മുടെ നാടിനകത്ത് നിലനിൽക്കുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. റിട്ടയർഡ് ASI KV രാഘവൻ നായർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. രോഗങ്ങളും ദാരിദ്ര്യവും കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യം, ഗാർഹിക പീഡനങ്ങൾ, അക്രമങ്ങൾ, സാമൂഹിക അരാജകത്വം എന്നിവയുടെ അടിസ്ഥാന കാരണം മദ്യവും ലഹരി പദാർത്ഥങ്ങളും തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. V ഭാസ്കരൻ ചാലിങ്കാൽ, KV ഗംഗാധരൻ തൊടുപ്പനം, P രാഘവൻ നായർ മീങ്ങോത്ത്, CT അനന്തൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. P സാവിത്രി സ്വാഗതവും KV സോമൻ നന്ദിയും പറഞ്ഞു. പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ 9ാം വാർഡിൽ ഉദയനഗർ ജംഗ്ഷനിലും മദ്യവിരുദ്ധ ദീപമാലയും മദ്യവിരുദ്ധ പ്രതിജ്ഞയും നടന്നു. 9ാം വാർഡ് അംഗം വിനോദ് കുമാർ പള്ളയിൽ വീട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഹിംസാ മന്ത്രവുമായി നമുക്കറിയാം 2 ദശാബ്ദക്കാലം നമ്മുടെ നാട്ടിൽ 2 യുദ്ധങ്ങൾക്കിടയിൽ, 1ാം ലോകമഹായുദ്ധം, ഈ 2 യുദ്ധങ്ങൾക്കിടയിൽ സമാധാനത്തിന്റെ പാതയിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ ബ്രിട്ടനെ മുട്ടുകുത്തിച്ച മഹാത്മജി. CDS വൈസ് ചെയർമാൻ ശകുന്തള അധ്യക്ഷയായി. റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ A കുഞ്ഞമ്പു മാസ്റ്റർ ദീപമാല കൊളുത്തി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മദ്യമോന്തി അന്തിനേരത്ത് വീടണയുന്നവർ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾ ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. ആ വീടുകളിലെ പൊറുതിമുട്ടിയ അമ്മമാരുടെയും സഹോദരിമാരുടെയും കുട്ടികളുടെയും കണ്ണുനീർ ADS വൈസ് പ്രസിഡന്റ് തങ്കമണി C നായർ, PV സരോജിനി, യൂത്ത് കോർഡിനേറ്റർ N പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ഫ്രണ്ട്സ് ക്ലബ് സെക്രട്ടറി K മധു സ്വാഗതവും ADS സെക്രട്ടറി രേഖ നന്ദിയും പറഞ്ഞു. സ്വാതന്ത്ര്യസമര ചരിത്രം അറിയാൻ അരയി ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ K മാധവേട്ടന്റെ വീട്ടിലെത്തി. ഉത്തര കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച് കർഷക പ്രസ്ഥാനങ്ങളുടെ നായകനായി മാറിയ ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റ് K മാധവേട്ടനെ അറിയാൻ അധ്യാപകരോടൊപ്പം അരയി സ്കൂളിലെ കുട്ടികൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. ഒരു നാടിന്റെ പാഠപുസ്തകമായി ജീവിക്കുന്ന K മാധവേട്ടനിൽ നിന്നും ജന്മിത്തം മുതൽ സ്വാതന്ത്ര്യ സമ്പാദനം വരെയുള്ള പോരാട്ടങ്ങൾ വിദ്യാർത്ഥികൾ ചോദിച്ചറിയുകയുണ്ടായി. ഐതിഹാസികമായ സമരകാലത്തെ അനുഭവങ്ങൾ അത്ഭുതത്തോടെയും ആദരവോടെയുമാണ് വിദ്യാർത്ഥികൾ കേട്ടത്. സംശയങ്ങൾ മറയില്ലാതെ ചോദിച്ചും നോട്ട് കുറിച്ചും ഗാന്ധി ജയന്തി വാരാചരണത്തെ കുട്ടികൾ അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കി മാറ്റി. 7ാം തരത്തിലെ ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവും ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്നീ പാഠങ്ങളുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ജന്മശതാബ്ദി ആഘോഷത്തിലുള്ള നിറവിലുള്ള സമരമുത്തച്ഛനെ കാണാൻ കുട്ടികൾ എത്തിയത്. സ്കൂൾ വികസന സമിതി ചെയർമാൻ K അമ്പാടി, PTA പ്രസിഡന്റ് P രാജൻ, പ്രധാനാധ്യാപകൻ കൊടക്കാട് നാരായണൻ, P ഈശാനനൻ, P വിജയകുമാരി, ശോഭന കുളുമ്പൽ, സ്കൂൾ ലീഡർ P ഖദീജ എന്നിവർ പരിപാടിക്ക് നേതൃത്വമേകി. വിഷരഹിത ഭക്ഷണം എന്ന വിഷയത്തെ ആസ്പദമാക്കി കാഞ്ഞങ്ങാട് സെമിനാർ സംഘടിപ്പിച്ചു. ജനാരോഗ്യ പ്രസ്ഥാനമാണ് സെമിനാർ ഒരുക്കിയത്. ജനാരോഗ്യ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് സെമിനാർ സംഘടിപ്പിച്ചു. ജനാരോഗ്യ പ്രസ്ഥാനത്തിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സെമിനാർ പ്രകൃതി ചികിത്സകൻ ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. എന്തിനാണ് 30 ലക്ഷം രൂപ നിങ്ങൾ പിടിച്ചു പറിക്കുന്നത്? കൊള്ളയല്ലേ? അതിന് മറുപടി IMAയുടെ ഒരു ഡോക്ടർ പറഞ്ഞത്, അത് ഞങ്ങളുടെ ആശുപത്രിക്ക് കുറെ ചെലവൊക്കെ ഉണ്ട്. മറ്റൊരു ഉത്തരം പറയാൻ അവർക്കുണ്ടായില്ല. ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ 5 രൂപ കൂടുതൽ ചോദിച്ചാൽ അവിടെ അടി നടക്കും. ഇവിടെ 30 ലക്ഷം രൂപ എന്തിന്? 1 ലക്ഷം രൂപ പോലും ചെലവ് വരില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ജില്ലാ കോർഡിനേറ്റർ കരുണാകരൻ കുന്നത്ത് അധ്യക്ഷനായി. PJ തോമസ്, ഇബ്രാഹിം മാണിക്കോത്ത്, കരുണാകരൻ കരുവാക്കോട് എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നടന്ന സെമിനാറിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ പങ്കെടുത്തു. DYFI കോവൽ സ്റ്റോർ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന കബഡി ടൂർണമെന്റിന് ഒരുക്കങ്ങൾ തുടങ്ങി. ഗ്രൗണ്ട് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി. DYFI കോവൽ സ്റ്റോർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 19-നാണ് അജയൻ സ്മാരക കബഡി ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്.
ഗ്രൗണ്ട് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം വി രമേശൻ നിർവഹിച്ചു. ബന്ധങ്ങളിൽ നിന്നും കാഞ്ഞങ്ങാട് കോവൽ സ്റ്റോറിൽ കബഡിയുടെ ഒരു മഹാ ഉത്സവം നടക്കാൻ വേണ്ടി പോകുന്നുള്ള പ്രചരണം ഇതിനകം തന്നെ ജില്ലയിലാകെ നമുക്ക് അറിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രമുഖരായ ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കോഴിക്കോട് കണ്ണൂർ യൂണിവേഴ്സിറ്റി താരങ്ങൾ അണിനിരക്കുന്ന യൂണിവേഴ്സിറ്റി ടീമായ വനിതാ കബഡി ടീമും നമ്മളിവിടെ ഉദ്ഘാടന മത്സരത്തിലെത്തുന്നുണ്ട്. പ്രിയേഷ് കാഞ്ഞങ്ങാട്, ശശിധരൻ, ഉണ്ണികൃഷ്ണൻ, നാരായണൻ, ഗോപികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പിലിക്കോട് ഫൈൻ ആർട്സ് സൊസൈറ്റി കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെ മദ്യവിരുദ്ധ സന്ദേശയാത്ര നടത്തി. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ബൈക്ക് റാലി ആരംഭിച്ചത്. മദ്യവർജനത്തിനായി സർക്കാർ പ്രഖ്യാപിച്ച നടപടികൾക്ക് പിന്തുണയേകിക്കൊണ്ടുള്ള ബോധവൽക്കരണ സന്ദേശയാത്രയാണ് സംഘടിപ്പിച്ചത്. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് സന്ദേശയാത്രയിൽ അവതരിപ്പിച്ചത്. ഒഴിഞ്ഞവളപ്പ്, തൈക്കടപ്പുറം, നീലേശ്വരം മാർക്കറ്റ്, പടന്ന തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കാലിക്കടവിൽ സമാപിച്ചു. അനിൽ നടക്കാവ് രചനയും സംവിധാനവും നിർവഹിച്ച മുഖം മൂടികൾ ഉണ്ടാക്കുന്നത് എന്ന നാടകവും അരങ്ങേറി. ഇ ചന്ദ്രശേഖരൻ MLA ജാഥ ഉദ്ഘാടനം ചെയ്തു. നാളെ കുടിക്കാൻ എന്ത് വേണമെന്ന് ഇന്ന് വൈകുന്നേരം തീരുമാനിച്ചാൽ അതിന് വഴി കണ്ടെത്താൻ അവർക്ക് മറ്റെന്തിനേക്കാൾ എളുപ്പമുണ്ട്. അപ്പോൾ സ്വീകരിക്കാവുന്ന എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും. അതെല്ലാം നമുക്കെല്ലാം അറിയാവുന്ന കാര്യം. അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ നേരിടുകയാണ് നമ്മുടെ സമൂഹം. സ്വാഭാവികമായി ഇവിടെ സ്വാഗത പ്രസംഗം ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഫൈനാൻസ് സൊസൈറ്റികൾ സാംസ്കാരിക സംഘടന സാംസ്കാരിക പ്രവർത്തനത്തിൽ ഊന്നിന്നുകൊണ്ട് ഒരു മേഖലയിലെ ജനതയ്ക്കാകെ ഒരു പുതിയ നവോന്മേഷം പകരാനും പുതിയൊരു സാമൂഹ്യബോധം ഉണ്ടാക്കാനും ഒക്കെ പ്രവർത്തനം നടത്തുന്ന പ്രസ്ഥാനമാണ്. ടി സിദ്ദിഖ് ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു. ജാഥയിൽ നിരവധി ബൈക്കുകൾ അണിനിരന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിന് സമാപനം. വാഗ്ദേവതയ്ക്ക് മുന്നിൽ ആദ്യാക്ഷരം കുറിച്ചത് ആയിരക്കണക്കിന് കുരുന്നുകൾ. വിജയദശമി നാളിൽ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. സിറ്റി ചാനലിൽ തുടക്കമിട്ട വടക്കൻ പെരുമാൾ ഡോക്യുമെന്ററിയുടെ ആദ്യ എപ്പിസോഡിന്റെ പ്രകാശനം നടന്നു. കൊടവലം ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ചരിത്രവുമാണ് ആദ്യ എപ്പിസോഡിലൂടെ പ്രേക്ഷകരിലെത്തിച്ചത്. ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ പ്രതിഷേധം. ജില്ലാതല പ്രതിഷേധ കൂട്ടായ്മ കാഞ്ഞങ്ങാട്ട് നടന്നു. പള്ളിക്കര കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഫാം സ്കൂളിന് തുടക്കമായി. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ മദ്യവിപത്തിനെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. വിവിധ പ്രദേശങ്ങളിൽ മദ്യവിരുദ്ധ സംഗമങ്ങൾ നടന്നു. രക്തദാന സേനയൊരുക്കിയും വൃക്ഷത്തൈകൾ നട്ടും പുല്ലൂരിൽ മോഹൻലാൽ ഫാൻസ് പ്രവർത്തകർ മാതൃകയാവുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.